ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സലി, ഗിരിയേട്ടാ. എടാ സമയമില്ല. നീ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടില്ലേ? പിന്നെ അത് ഞാൻ മറക്കൂ. അപ്പൊ ഇറങ്ങട്ടെടാ. ശരി ശരി, കാണാം. കുഞ്ഞി സുഖമല്ലേ? വാ വാ, പോവാം. ശരി. അപ്പോ കല്യാണത്തിന് മുമ്പ് ഗിരിയേട്ടനെ കണ്ട് എന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സംസാരിക്കല്ലേ? പിന്നല്ലാതെ. പിന്നെ ഗിരിയേട്ടനോട് പ്രത്യേകം പറയണം, എന്റെ കല്യാണം നീട്ടിവെച്ചാലും കുഴപ്പമൊന്നുമില്ല. ജോൾസി വീട്ടിൽ വന്ന് പറഞ്ഞ പോലെ ഗിരിയേട്ടന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന്. അമ്മാവൻ എന്തായാലും കല്യാണത്തിന്റെ ഡേറ്റ് ഉടനെ തീരുമാനിക്കും, അത് ഉറപ്പല്ലേ? അതെ. ഞാനൊന്ന് നോക്കിട്ട് വരട്ടെ. അപ്പോ അപ്പൊ കാര്യം ഫിക്സ് ചെയ്തു. ഗിരി വെഡിങ് പാർവതി. അങ്ങനെയല്ല, ഗിരി വെഡ്സ് പാർവതി. മുന്നെ ദിനേശ സവാരി ഗിരിഗിരി. എങ്ങനെയുണ്ട്? കിടക്കി. പക്ഷേ ലാലേട്ടന് ചെറിയൊരു ചെരുവ് കൂടിപ്പോയോന്നൊരു ഡൗട്ട്. ഇല്ല, കറക്റ്റാ. അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടന് ചരിവുള്ളതാ ഒരു ഭംഗി. എന്താ അവിടെ? ഇങ്ങതാ ചേച്ചി നോക്കിയേ, ഞാൻ ലാലേട്ടന് പടം വരച്ച. എന്റെ കുഞ്ഞി വരച്ച പിന്നെ മോശവും സൂപ്പർ ആയിട്ടുണ്ട്. ദേ, ഈ വരപ്പിലും കുറിപ്പിലും കാണിക്കുന്ന മിടുക്ക് പഠിത്തത്തിലും കാണിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഞാൻ ഇപ്പൊ പഠിക്കുന്നുണ്ടല്ലോ. നോക്കിക്കോ, അടുത്ത പ്രശ്നം ഞാനായിരിക്കും ക്ലാസ്. ഈ ഫോട്ടോ എവിടെ വെക്കാനാ? അയ്യോ, ഇത് ഇവിടെ വെക്കാനല്ല, തിയേറ്ററിൽ കൊണ്ടുപോവാനാ. ലാലേട്ടന്റെ ഓരോ മാസീന് വരുമ്പോഴും ഇങ്ങനെ പൊക്കി പിടിച്ച് നെഞ്ചിനകത്ത് ലാലേട്ടൻ, നെഞ്ചിലിടിച്ച് ലാലേട്ടൻ, മുണ്ട് മടക്കി ലാലേട്ടൻ, മീശ പിരിച്ച് ലാലേട്ടൻ, ലാലേട്ടൻ ലാലേട്ടൻ ചങ്കിനകത്ത് ലാലേട്ടൻ, ലാലേട്ടൻ ലാലേട്ടൻ ചങ്കിനകത്ത് ലാലേട്ടൻ. വല്യേട്ടനല്ല, ലാലേട്ടൻ. ലാലേട്ടൻ ലാലേട്ടൻ ചങ്കിനകത്ത് ലാലേട്ടൻ, ലാലേട്ടൻ ലാലേട്ടൻ ചങ്കിനകത്ത്. പാട്ടുപാടെങ്കിലും എന്റെ ചങ്കിനകത്ത് ഏട്ടന. സത്യം. ശരി, സിനിമ നല്ലതാ, വേഗം ഇറങ്ങാൻ നോക്ക്. ടിക്കറ്റ് ബുക്ക് ചെയ്തേട്ടാ? അതൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. റാണി, വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് എടുത്തോ? എടുത്തിട്ടുണ്ട് ഏട്ടാ. അയ്യോ, ഞാൻ ലാലേട്ടന്റെ ഫോട്ടോ എടുക്കാൻ മറന്നുപോയി. വേണ്ട, തിരിച്ചു തരണ്ട. വാ. വേണം ചേട്ടാ, എന്തുവാ? സാരമില്ല, പോട്ടെ, കയറി. പോ. രൂപയോ? അത് കൂടുതൽ
ഒന്നുമില്ല, ഞാൻ ഒരു 750 രൂപ അങ്ങ് തരും, അത്രക്കൊക്കെ ഉള്ളൂ. 750 രൂപയോ? അത് നടക്കൂല കുഞ്ഞെ. എന്നാ ഒരു 50 രൂപ കൂടെ കൂട്ടി തരാം, 800 രൂപ. ആ ഇത് കൊള്ളാല്ലേ? കൊള്ളാം. കൂടിപ്പോയാ ഒരു 200 രൂപ കുറച്ച് 1000 രൂപയ്ക്ക് തരാം. ചേട്ടാ ലാഭം എടുത്തോ, എന്നുവെച്ച് കൊള്ള ലാഭം എടുക്കരുത്. ഞങ്ങളും കച്ചവടമൊക്കെ തന്നെ നടത്തുന്നത്, കയ്യിൽ നിന്ന് വിളിച്ചു എന്ന് വെച്ചേ ആളുകളെ പറ്റിച്ചൊന്നും ഞങ്ങൾ ലാഭം ഉണ്ടാക്കാറില്ല. ഓ, അപ്പൊ ഞാനിവിടെ പറ്റിച്ച് കച്ചവടം നടത്തുന്നതാണോ പറയുന്നത്? പിന്നെ ഞാൻ എന്തോ പറയണം? റാണി പണമേ ആറ്റി കളഞ്ഞാലും അളന്ന് കളയണമെന്നാ. ആ ഞങ്ങളൊക്കെ അധ്വാനിച്ച് സമ്പാദിക്കുന്ന കാശ. വല്ലാത്ത കഷ്ടമായല്ലോ ഇത്. റാണി ഒന്ന് മതിയാക്ക്, ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ എന്താ, നമ്മൾ ന്യായമല്ലേ പറയുന്നത്? അതെ ചേട്ടാ, അവസാനമായിട്ട് ഒരു 900 രൂപ അങ്ങ് തരാം. ആ ആ ശരി, 900 എങ്കിൽ 900. ശരി. തമ്പി, അതങ്ങ് എടുത്ത് കൊടുത്തേര്. ഇവള് ഓരോ കടയിലും കയറി എന്തോരം വിലപേശല നടത്തിയെന്ന് അറിയോ ഏട്ടന്? അതിനിപ്പോ എന്താ കുഴപ്പം? വില പേശി സാധനം വന്നതേ ഒരു കഴിവാണ്. അതേട്ടാ, അതുകൊണ്ട് ഇപ്പൊ എന്താ, രൂപ 5000 രൂപ ലാഭം. അങ്ങനെ തന്നെ വേണം, മിടുക്കി. ആ സാധനങ്ങളെല്ലാം ജീപ്പിൽ വെച്ചല്ലോ, ഇനി സിനിമ കാണാൻ പോവാ. ആ പോവാൻ കുഞ്ഞി. സലി ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, വാ വാ. സലി, ആ ഗിരിയേട്ടാ. എടാ സമയമില്ല. ആ നീ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടില്ലേ? ആ പിന്നെ അത് ഞാൻ മറക്കൂ. ദാ. അപ്പൊ ഇറങ്ങട്ടെടാ. ആ ശരി ശരി, കാണാം. കുഞ്ഞി സുഖമല്ലേ? വാ വാ, പോവാം പോവാം. ശരി. ക്യാമ്പിന്റെ കാര്യം എന്തായി? ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകാരുമായിട്ട് സംസാരിച്ചോ? ഉവച്ച, പിന്നെ 1-2 പെർമിഷൻ ലെറ്റർ കൂടി വാങ്ങാനുണ്ട്. അതിപ്പോ തന്നെ ഞാൻ സംഘടിപ്പിച്ചോളാം. അന്നദാനത്തിന് ഏകദേശം എത്ര പേര് വരുന്നു നോക്കി അതിന്റെ ഒരു കണക്ക് നീ കാറ്ററിംഗുകാരെ വിളിച്ച് പറയണം. ആ പറയാച്ച. ആ ഏടാതെ ഞാൻ നേതൃത്വം കൊടുത്ത് നടത്തുന്ന കാര്യ, അതിന് ഒരു കുറവും വരാൻ പാടില്ല. വന്ന അതിനെ നാണക്കേട് എനിക്കാ. പ്രോഗ്രാം നല്ല വിജയമായിരിക്കും അച്ഛാ. ആ ആ ആവണം. ആ നീ ഒന്ന് പാറുവിനെ വിളിച്ചേ. നീ മന്ത്രിയെ വിളിച്ച ക്യാമ്പിന്റെ കാര്യം പറഞ്ഞായിരുന്നു? അച്ഛാ, ഞാൻ സെക്രട്ടറി വിളിച്ചായിരുന്നു. ആ പക്ഷേ മന്ത്രിക്കെന്ന് ഒഴിവാക്കാൻ പറ്റാത്ത എന്തോ പ്രോഗ്രാം ഉണ്ടെന്നാ പറഞ്ഞേ. ആ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. കൊള്ളാം. സിനിമ സൂപ്പർ ആയിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മമ്മൂക്കാണെങ്കിൽ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? എനിക്ക് ലൈക്കായി ഗിരിയേട്ടാ, പക്ഷെ കുഞ്ഞിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ പടത്തിന് എന്താ കുഴപ്പം? കഥയ്ക്ക് കഥയില്ലേ, സ്റ്റണ്ട് ഉണ്ട്, പാട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഉണ്ട്, പക്ഷെ അതൊന്നും ഒരു വാക്യം കൊള്ളൂല. ലാലേട്ടന് പടം കണ്ടാ മതിയായിരുന്നു. പിന്നെ ലാലേട്ടന്റെ പടം അതിനേക്കാൾ എത്രയോ നല്ലതാണ് ഈ സിനിമ. ഓ, ലാലേട്ടന്റെ പടത്തിന് വലിയ അഭിപ്രായമൊന്നും ഇല്ല. ആര് പറഞ്ഞു കൊള്ളില്ലാന്ന്? അത് ഹിറ്റാണ്, സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ്. അല്ലെങ്കിൽ നിനക്ക് ലാലേട്ടന്റെ പടം മാത്രമല്ലേ ഇഷ്ടപ്പെടും? അതെ, എനിക്ക് ലാലേട്ടന്റെ പടം തന്നെ ഇഷ്ടം. ലാലേട്ടന് പോലൊരു നടൻ മലയാളത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇന്ത്യൻ സിനിമയിലുണ്ടോ? ലോക സിനിമയിലുണ്ടോ? മമ്മൂട്ടിയെ പോലെ ഒരു നടൻ ലോക സിനിമയിലുണ്ടോ? മതി മതി മതി, ഇവിടെ നിന്നുള്ള തർക്കവും ബഹളമൊക്കെ നിർത്ത്. നിങ്ങൾക്ക് അവർക്ക് വിശക്കുന്നില്ലേ? നമുക്ക് എന്തെങ്കിലും കഴിക്കാം, ബാ. ഉയ്യോ, വിശക്കുന്നുണ്ടോന്നോ? ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ഹോട്ടലിൽ കയറാം. ബാക്കിയൊക്കെ ആഹാരം കഴിച്ചിട്ട് വിശന്നിട്ട് കണ്ണ് കാണാതിരിക്കുമ്പോ ലാലേട്ടനും മമ്മൂക്കൊക്കെ ഒരുപോലെയാ. വാ കഴിക്കാം. അവളുടെ ഒരു ലാലേട്ടൻ ഓ. മമ്മൂ കഴിഞ്ഞിട്ടുള്ളൂ ഓ ശരി. കാര്യം അച്ഛാ, ആ മോളെ, ക്യാമ്പിന്റെ അന്ന് എല്ലാ കാര്യത്തിനും മേൽനോട്ടം വഹിക്കാൻ മോൾ അവിടെ ഉണ്ടായിരിക്കണം. എന്റെ മോള് ഡോക്ടറാണെന്ന് നാട്ടുകാരും കൂടെ അറിയാൻ വേണ്ടിട്ടാ ഞാൻ ഈ പരിപാടി സംഘടിപ്പിക്കുന്നേ. ആ പറയ്, എവിടെ? മാർക്കറ്റില്?